മീറ്ററിലാണ്, സ്പീഡ് മീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇത് കാണുന്നുണ്ടാവാം, ഓരോ വാഹനങ്ങളും കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങളുടെ സ്പീഡാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത്, ഈ ബോർഡിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അത് ഒരു 150 മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന്, ക്യാമറയുടെ 150 മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് കൊണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഏകദേശം ആ വണ്ടിയുടെ സ്പീഡ് വരുന്നത്. ഇതിൽ പച്ച കത്തുന്നതൊക്കെ ഓക്കെയാണ്. പച്ച കത്തുന്നതാണെങ്കിൽ എല്ലാം ഡ്രൈവ് ഓക്കെയാണ്. അതല്ല, ആ അക്കങ്ങൾ ചുവപ്പാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് കൂടുതലായിരിക്കും. കാരണം പറയപ്പെട്ടതിനേക്കാൾ, അനുവദിക്കപ്പെട്ടതിനേക്കാളും കൂടുതൽ സ്പീഡാണ് എന്നുള്ള ചുവപ്പ് എത്തി. അതാണ് അതുകൊണ്ട് പറയുന്നത്. മനസ്സിലാക്കണം. നമ്മളെ ഇതിപ്പോൾ ക്യാമറ ഓപ്പൺ ആയിക്കണോ, വർക്ക് സ്റ്റാർട്ട് ആയിക്കണോ എന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എത്തുകൂടെ ഈ ഓവർ സ്പീഡിൽ പോയ കഥ വരുന്ന വണ്ടി ഓവർ സ്പീഡാണ് അല്ലേ. എത്ര ഒരു 150 മീറ്റർ അകലത്തിൽ നിന്നാണ് ഇപ്പോൾ ആ വണ്ടിയുടെ സ്കാനിങ് കൂടെ പിടിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ പിന്നെ ഇത് മീറ്റർ ചാലു ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാൽ ശരിക്ക് ഫൈന് അഡ്രസ്സിൽ വരും. അത് കത്താൻ അത് അടക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൂടെ പോകുന്ന ഏതൊരു വാഹനം നമുക്ക് അത്ര സ്പീഡായിട്ട് തോന്നില്ല. കാരണം റോഡിൻ്റെ ആ ഒരു സുഖം കൊണ്ട് തന്നെ വാഹനങ്ങളിൽ അത് പ്രകടമാകുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനുള്ളിൽ ഗ്ലാസ് അടച്ച് വെച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ മീറ്ററിൽ എന്തുണ്ട്, ഓവർ സ്പീഡ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ ഫൈന് നല്ല വരും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ക്യാമറ വെക്കുകയാണെങ്കിൽ ആ പോയ വണ്ടി ഒക്കെ എന്താണ് റെഡ് കാണിച്ചിട്ടുണ്ട്. റെഡ് കാണിച്ചാൽ പേടിക്കണം, അപകടമാണെന്നുള്ളതാണ്. അപകടം എന്ന് പറഞ്ഞാൽ ഫൈനായിട്ടുണ്ടെന്നുള്ളതാണ്. മിതമായ സ്പീഡ് ഓരോ വാഹനങ്ങൾക്കും പറയപ്പെട്ട ട്രാക്കിനനുസരിച്ചുള്ള മിതമായ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് കാലിയാവില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാൻ എളുപ്പ വഴിയാണ് നാഷണൽ ഹൈവേ റോഡ്. മനസ്സിലായി. അപ്പോൾ ഈ കാറൊക്കെ പോകുന്നത് നമുക്ക് കാണുമ്പോഴല്ലോ ഒന്നും തോന്നില്ല. പക്ഷേ അതൊക്കെ ഓവറായിട്ടാണ് കാണിക്കുന്നത്. സ്പീഡ് ഓവർ ആണ് കാണിക്കുന്നത്. അതാണ് സ്പീഡ് മീറ്ററിൻ്റെ അവസ്ഥ. ഇപ്പോൾ രണ്ടത്താണിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. ആ വണ്ടിയുടെ 98 കിലോമീറ്ററാണ് പോയത്. 98. ശരിക്കും സത്യത്തിൽ നമുക്ക് നമ്മുടെ വണ്ടിയിലെ മീറ്ററിൽ ഇങ്ങനെ 90 കാണിക്കുന്നുണ്ടാവും. അപ്പം 133 വണ്ടി പോയത്. 133 സ്പീഡിലാണ് ആ ഒരു കാർ പോയത്. എന്താ സംഭവം അറിയാമോ. എന്നിട്ടും ആ വണ്ടി അങ്ങനെ പോകുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം റോഡിൻ്റെ ഒരു സൗകര്യമാണ്. കാരണം ആളുകൾക്ക് അത്ര സ്പീഡിൽ പോയാലും പ്രശ്നമില്ല. പക്ഷേ അത് ചില സമയങ്ങളിൽ അപകടം ചെയ്യുന്നവർ ആൾ കണ്ടില്ല. ഏതായാലും പിന്നെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനകാർ പോയിട്ട് വളരെ സ്പീഡ് പോകാം. ഇതുകൊണ്ട് അത് കാണിക്കുന്നില്ല. അത് ആ ട്രാക്കിൽ കാണിച്ചാൽ പോയി പോയിട്ടാ ഒന്ന് അങ്ങനെ 133 നമ്മൾ കിട്ടിയ ഏറ്റവും ടോപ്പ് സ്പീഡ്. ഇപ്പോൾ പോകുന്നതൊക്കെ വലിയ കുഴപ്പമില്ല. 76, 62, 75 അങ്ങനെ കാണിക്കുന്നുണ്ട്. ഏതായാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോക്കറ്റ് കാര്യം കേട്ടോ. 2000, 1500 എങ്ങനെയൊക്കെ വരാന്നുള്ളത് അറിയില്ല. ഹൈവേ ആണ്. അതേപോലെ അടക്കേണ്ടി കറക്റ്റ് ട്രിപ്പ് പോകുമ്പോൾ അടച്ച് പാസ്സാക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇപ്പോൾ സ്ഥിതി വിവരം. ഈ കാർ എത്ര നോക്കാം, 77 കാണിച്ചു. 200 മീറ്റർ അപ്പുറത്താണ് കാണിക്കുന്നത്. 200 മീറ്ററിൽ വണ്ടി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ അടിച്ചു. ഷോട്ടൊന്നും അടിക്കുന്നത് 35 കിലോമീറ്ററിലാണ് ഒരു പോയത്. ആ വരുന്ന വണ്ടി 69 കിലോമീറ്ററാണ് ആ ഗുഡ്സ് വണ്ടി. ഇപ്പോൾ എന്താ വരുന്നത്, സ്പീഡ് കൂടുതൽ വണ്ടി അറിഞ്ഞില്ല. ആ പോണ വണ്ടി ഏതൊരു വോൾക്കൻസിൻ്റെ വണ്ടിയാണ്, അത്യാവശ്യം സ്പീഡിലാണ് പോയത്. ഈ പോണ വണ്ടി ചോപ്പടിക്കോ, ഈ ചോപ്പടിക്കാൻ വണ്ടിയില്ല, ഇതൊക്കെ പച്ചടിച്ച് പോയി. ഇത് ചോപ്പില്ല. ക്യാമറ 4 ഉണ്ട് ഡിസ്പ്ലേ. ആ പോണ വണ്ടി ആ വരുന്ന വണ്ടി ബാക്കിൽ പോയ വണ്ടിയാണ്, കറുപ്പ് വണ്ടിയാണ് ചോപ്പടിച്ചത്. അങ്ങനെയാണ് കഥ കഴിയും. ഓക്കെ.